പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. 2020 ഒക്ടോബർ 16 കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫേമസ് മലയാളം പോയറ്റ് ആൻഡ് ജ്ഞാനപീഠ അവാർഡ് വിന്നർ ഹു പാസ്ഡ് അവേ ഓൺ 15 ഒക്ടോബർ 2020? 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത മലയാള കവിയും ജ്ഞാനപീഠ അവാർഡ് ജേതാവും ആ വ്യക്തി ആരാണ്? ജ്ഞാനപീഠ ലോററ്റ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 94 വയസ്സ്. ഇദ്ദേഹം 1926 കുമരനെല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. കേരള ആൻഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1972-73 ബലിദർശനം എന്ന കൃതിക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി situated at the Bio 360 Life Science Park, which is inaugurated by Chief Minister on 15th October 2020, is in which place of Kerala? 2020 ഒക്ടോബർ 15 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി കേരളത്തിൽ ഏത് സ്ഥലത്താണ്? തോന്നയ്ക്കൽ, തിരുവനന്തപുരം. GVN ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക് മെമ്പർഷിപ്പുള്ള IAV തോന്നയ്ക്കലിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ 29 രാജ്യങ്ങളിലെ 45 കേന്ദ്രങ്ങളിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാനും അതനുസരിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്താനുള്ള അംഗീകാരമുണ്ട്. ഹൂ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യാസ് ഓസ്കർ വിന്നർ പാസ്ഡ് അവേ ഓൺ 15th ഒക്ടോബർ 2020? 2020 ഒക്ടോബർ 15 അന്തരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഓസ്കർ ജേതാവ് ആരാണ്? ഭാനു അത്തയ്യ. കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടുള്ള ഭാനു അത്തയ്യയാണ് 2020 ഒക്ടോബർ 15 അന്തരിച്ചത്. 1983 ഗാന്ധി എന്ന ഫിലിമിലാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കർ അവാർഡ് ലഭിച്ചത്. Which country is going to receive its first submarines for its navy from India? A kilo-class submarine INS Sindhuvir. kilo-class submarine INS Sindhuvir ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യമാണ് നാവികസേനക്കായി അവരുടെ ആദ്യത്തെ അന്തർവാഹിനി സ്വീകരിക്കാൻ പോകുന്നത്? മ്യാൻമാർ നേവിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്തർവാഹിനി ലഭിക്കാൻ പോകുന്നത്. സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന വിഷനുമായിട്ടുള്ള ഇന്ത്യയുടെ വിഷൻ, ഈ വിഷനുമായി ബന്ധപ്പെട്ടാണ് മ്യാൻമാറിനെ അവർക്ക് ആദ്യമായിട്ട് ഒരു സബ്മറൈൻ നേവിക്ക് ലഭിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ന്യൂ ഫോർമേഷൻ ഓഫ് ദി ഗ്രൂപ്പ് ബൈ JNK പാർട്ടീസ് ടു റീസ്റ്റോർ ദി സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് JNK? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതിനായി ജമ്മു കാശ്മീർ പാർട്ടികൾ രൂപീകരിച്ച പുതിയ സംഘടനയുടെ പേര്? പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കാർ ഡിക്ലറേഷൻ. 2020 ഒക്ടോബർ 15 നാഷണൽ കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ളയുടെ അധ്യക്ഷതയിലാണ് ഈ ഒരു പുതിയ ഫോർമേഷൻ രൂപീകരിച്ചത്. ആർട്ടിക്കിൾ 370 2019 ഓഗസ്റ്റ് 5 അത് പിൻവലിച്ച് അത് തിരിച്ച് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് 2020 ഒക്ടോബർ 15 വീണ്ടും ഒരു പുതിയ ഫോർമേഷൻ തുടങ്ങിയത്. ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് അൾട്രാഫൈൻ പാർട്ടിക്കുലേറ്റ്സ് റിലീസ്ഡ് ത്രൂ ടെയിൽ പൈപ്സ് ഓഫ് വെഹിക്കിൾസ് ദ ടേൺ ഓഫ് ദി ഇഗ്നിഷൻ അറ്റ് ട്രാഫിക് സിഗ്നൽസ് ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ വിച്ച് ഗവൺമെൻറ്? ഏത് സർക്കാരാണ് വാഹനങ്ങളുടെ ടെയിൽ പൈപ്പിലൂടെ പുറത്തുവിടുന്ന അൾട്രാഫൈൻ
കണികകളുടെ അളവ് കുറയ്ക്കുന്നതിന് ട്രാഫിക് സിഗ്നലുകളിൽ ഇഗ്നിഷൻ ഓഫ് ചെയ്യുക പ്രചാരണം തുടങ്ങിയത്? ഡൽഹി ഗവൺമെൻറ് 2020 ഒക്ടോബർ 15 ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ട്രാഫിക് സിഗ്നലുകളിൽ ഇഗ്നിഷൻ ഓഫ് ചെയ്തുകൊണ്ട് പുകയുടെ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. IRDAI directed all life insurance to come out with a standard plan, Saral Jeevan Bima, from which date? ഏത് തീയതി മുതലാണ് എല്ലാ ലൈഫ് ഇൻഷുറൻസ്മാരോടും സ്റ്റാൻഡേർഡ് പ്ലാൻ സരൾ ജീവൻ ഭീമ പുറത്തിറക്കാൻ IRDAI നിർദ്ദേശിച്ചത്? ജനുവരി 1, 2021. 2021 ജനുവരി 1 മുതലാണ് ഒരു സ്റ്റാൻഡേർഡ് പ്ലാൻ സരൾ ജീവൻ ഭീമ എന്ന പോളിസി IRDAI എല്ലാ ഇൻഷുറൻസ് ഏജൻസിനോടും ഇറക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. Bloomberg India hosted its 5th annual India Economic Forum on which date? ബ്ലൂംബർഗ് ഇന്ത്യ അതിൻ്റെ 5ാമത്തെ വാർഷികം ഇന്ത്യ സാമ്പത്തിക ഫോറം ആതിഥേയം വഹിച്ചത് ഏത് തീയതിയിലാണ്? October 2020. What is the name of the athlete who won the 2017 London Marathon, which was banned for 4 years for violating the athlete's biological passport? അത്ലറ്റിൻ്റെ ബയോളജിക്കൽ പാസ്പോർട്ട് ലംഘിച്ചതിന് 4 വർഷത്തേക്ക് വിലക്കപ്പെട്ട 2017 ലണ്ടൻ മാരത്തോൺ നേടിയ അത്ലറ്റിൻ്റെ പേര്? കെനിയൻ ഡാനിയൽ വാഞ്ചിറു. 2023 ഡിസംബർ 8 വാഞ്ചിറുവിന് ബാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ്റെ ലെവൽ എക്സ്ട്രാ ഓർഡിനറി ലെവലിൽ ഉയർന്നതിനാണ് അദ്ദേഹത്തിന് ഈ ബാൻ കൽപ്പിച്ചിട്ടുള്ളത്. ഡോപ്പ് ടെസ്റ്റിൽ അദ്ദേഹം പരാജയപ്പെട്ടു. നമ്മളിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത്. ഓരോ ദിവസവും നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നാളെ നമുക്ക് വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.